നമസ്കാരം. 1.5 വയസ്സുകാരനെ അമ്മയുടെ സുഹൃത്ത് ക്രൂരമായി മർദ്ദിച്ചെന്ന പരാതിയിൽ കേസെടുത്ത് പോലീസ് അന്വേഷണം. പ്രതികളെ കണ്ടെത്താനും പോലീസ് ശ്രമമുണ്ട്. ആലപ്പുഴ കുത്തിയതോട് സ്വദേശിയുടെ മകനെയാണ് അമ്മയുടെ ആൺ സുഹൃത്ത് മർദ്ദിച്ചത്. പരിക്കേറ്റ കുട്ടിയെ ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. 1.5 വയസ്സുകാരന്റെ മാതാപിതാക്കൾ പിരിഞ്ഞു താമസിക്കുകയാണ്. അമ്മയ്ക്കൊപ്പമായിരുന്നു കുഞ്ഞ് താമസിച്ചിരുന്നത്. അമ്മയുടെ സുഹൃത്തുമാണ് കുഞ്ഞിനെ അച്ഛൻ്റെ വീട്ടിൽ ഏൽപ്പിച്ചത്. തുടർന്ന് കൈ ഉയർത്താൻ വേദനയുണ്ടെന്ന് കുഞ്ഞ് പറഞ്ഞു. ഇതോടെ അച്ഛൻ്റെ ബന്ധുക്കൾ പരിശോധിച്ചപ്പോഴാണ് ദേഹമാസകലം മർദ്ദനമേറ്റ പാടുകൾ കണ്ടത്. ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചപ്പോൾ കൈക്ക് പൊട്ടലുണ്ടെന്നും കണ്ടത്. ഇതോടെ കുടുംബം പോലീസിനെ അറിയിച്ചു. അമ്മയുടെ സുഹൃത്താണ് 1.5 വയസ്സുകാരനെ മർദ്ദിച്ചതെന്നാണ് കണ്ടെത്തൽ. ബന്ധുക്കൾ ചോദിച്ചപ്പോൾ 1.5 വയസ്സുകാരനും ഇത് സമ്മതിച്ചു. പോലീസ് ബന്ധുക്കളുടെ മൊഴി രേഖപ്പെടുത്തി. കുഞ്ഞിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ചോദിച്ചറിയും. ആശുപത്രിയിൽ നിന്നുള്ള റിപ്പോർട്ടും തേടും. അമ്മയ്ക്കും ആൺ സുഹൃത്തിനും വേണ്ടി തിരച്ചിലും തുടങ്ങി. കുട്ടിയുടെ മുതുകിലും കഴുത്തിലും കൈകളിലും വടി ഉപയോഗിച്ച് അടിച്ചതിൻ്റെയും കാൽപാദത്തിൽ പൊള്ളലേറ്റതിൻ്റെയും പാടുകളുണ്ട്. കുട്ടിയുടെ അച്ഛനും അമ്മയും തമ്മിൽ 2 മാസമായി അകന്നു കഴിയുകയാണ്. കുട്ടിയുമായി ആൺ സുഹൃത്തിനൊപ്പമായിരുന്നു അമ്മയുടെ താമസം. ശനിയാഴ്ച ഉച്ചയോടെ കുട്ടിയെ ഇവർ അച്ഛൻ്റെ വീട്ടിലെത്തിച്ചു. ഈ സമയം അച്ഛൻ ആലപ്പുഴയിലെ ജോലി സ്ഥലത്തായിരുന്നു. അച്ഛൻ എത്തിയിട്ട് കുട്ടിയെ കൊണ്ടുവന്നാൽ മതിയെന്ന് വീട്ടിലുണ്ടായെന്ന് അമ്മ പറഞ്ഞു. എന്നാൽ കുട്ടിയെ വീടിന് മുന്നിൽ ഇരുത്തി ഇരുവരും സ്ഥലം വിട്ടെന്ന് അയൽവാസികൾ പറയുന്നു. രാത്രി ജോലി കഴിഞ്ഞെത്തിയ അച്ഛൻ കുട്ടിയുടെ ദേഹത്തെ പരിക്കുകൾ കണ്ട് ആദ്യം തുറവൂർ ഗവൺമെന്റ് ആശുപത്രിയിലും ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു. കുത്തിയതോട് പോലീസാണ് അന്വേഷണം നടത്തുന്നത്. അമ്മയ്ക്കും സുഹൃത്ത് തിരുവഴ സ്വദേശി കൃഷ്ണകുമാറിനും ഒപ്പമായിരുന്നു കുട്ടി താമസിച്ചിരുന്നത്. 1.5 മാസത്തോളമായി കുട്ടിക്ക് മർദ്ദനമേറ്റിരുന്നതായിട്ടാണ് വിവരം. കുട്ടിയുടെ ദേഹമാസകലം ചൂരൽ കൊണ്ട് അടിച്ച പാടുകളുണ്ട്. അമ്മയും കുട്ടിയെ മർദ്ദിച്ചുവെന്ന് ആരോപണമുണ്ട്.